പെർത്തിലെ ഹാർബർ ഏരിയയായ ഫ്രീമാൻഡിലാണിത്. ഫ്രീമാൻഡിൽ ബിയർ ഫെസ്റ്റിവൽ നടക്കുന്ന വലിയ ഉദ്യാനത്തിലൂടെ നടക്കുകയാണ് ഞാൻ. എന്റെ കൂടെ പെർത്തിലെ മലയാളി സുഹൃത്തായ അലക്സ് ഉണ്ട്. ഒരു ഭാഗത്ത് സംഗീത പരിപാടി നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് കസേരകളിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. ഭക്ഷണത്തെക്കാൾ കൂടുതൽ ബിയറിന്റെ വിൽപ്പനയാണ് നടക്കുന്നത്. ബിയർ ഫെസ്റ്റിവൽ ആണല്ലോ. 2025 നവംബർ മാസത്തിലെ 14, 15, 16 തീയതികളിലാണ് ഈ ഫെസ്റ്റിവൽ. അതിൽ 15-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഗംഭീരമായ ഒരു അനുഭവമായി എനിക്ക് ഈ ബിയർ ഫെസ്റ്റിവൽ. ആളുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. ക്യാമറ കാണുമ്പോൾ പരിഭവമൊന്നുമില്ല. ആണിനും പെണ്ണിനും മിക്കവരും ഒരു ഗ്ലാസ് ബിയറുമായാണ് നടക്കുന്നത്. പുരുഷന്മാർ കൂടുതൽ, സ്ത്രീകൾ കുറവ് എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ബിയറടിച്ച് ആഘോഷ മൂഡിലാണ്. വീപ്പകൾ ടേബിളുകളാക്കിയാണ് ചിലർ ബിയറടിക്കുന്നത്. വേറൊരു ഭാഗത്ത് ഒരു വേദി, അതിനു ചുറ്റും കുറെ ആളുകളുണ്ട്. എന്താണ് കാര്യമെന്ന് ആദ്യം പിടികിട്ടിയില്ല. കൂടുതൽ അടുത്തു ചെന്നപ്പോഴാണ് വളരെ കൗതുകമുള്ള പരിപാടിയാണെന്ന് വ്യക്തമായത്. ഉയർത്തിക്കെട്ടിയ വേദിയിൽ റെസ്ലിംഗ് നടക്കുകയാണ്. അടിയുടെ ഇടിയുടെ കൂട്ടപ്പൊരിച്ചിൽ. ഈ പരിപാടി ഞാൻ ടിവിയിൽ കണ്ടിട്ടേയുള്ളൂ. നേരിൽ കാണാൻ ലഭിച്ച ഒരു അവസരമാണിത്. അത് കുറച്ചുനേരം ഷൂട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. മല്ലന്മാർ പരസ്പരം ഇടിക്കുകയും എടുത്തെറിയുകയും ചതച്ചു കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി. WWFന്റെ റെസ്ലിംഗ് ആണ് നാം സാധാരണ ടിവിയിൽ കാണാറുള്ളത്. ഇതാകട്ടെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രമുഖമായ റെസ്ലിംഗ് ടീമാണ്. എക്സ്പ്ലോസീവ് പ്രോ റെസ്ലിംഗ് അഥവാ EPW എന്നറിയപ്പെടുന്ന ടീം. പെർത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെസ്ലിംഗ് സംഘമാണ് EPW. ഇങ്ങനെ കാണുമ്പോൾ ഇത് കരുതിക്കൂട്ടിയുള്ള ഇടിയും മറിച്ചിലുമൊക്കെയാണെന്ന് തോന്നും. പക്ഷേ കൃത്യമായി കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്ന പരിപാടിയാണിത്. ഇവരുടേത് വെറും അഭിനയമാണ്. പക്ഷേ അഭിനയം അല്പമൊന്ന് പാളിയാൽ ഇടി നേരിട്ട് കിട്ടുകയും ചെയ്യും. ശരിക്കുള്ള ഇടിയാണെന്ന് തോന്നുന്ന മട്ടിൽ തന്നെയുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് വീഴ്ച. ഞാൻ കുറെ നേരം അത് കണ്ടിരുന്നു. ആളുകൾ ആവേശത്തിലാണ്. ബിയറിന്റെ ചെറിയ ലഹരിയിൽ അവർ ഇടി കണ്ട് രസിക്കുന്നു. ചിലർ കയറി ചെല്ലുന്നത് കാണുമ്പോൾ കാണികളിൽ ഒരാൾ റിങ്ങിലേക്ക് കയറുകയാണെന്ന് തോന്നും. അയാളും സംഘത്തിലെ അംഗം തന്നെയാണ്. റിങ്ങിൽ മാത്രമല്ല, താഴെയുമുണ്ട് അഭിനയം. ഇടികൊണ്ട ഒരാൾ അവശനായതായി അഭിനയിക്കുന്നു. കാണികൾ അയാൾക്ക് ബിയർ നീട്ടുന്നുണ്ട്. നിവർന്നു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അയാൾ ഫെൻസിംഗിൽ തൂങ്ങിക്കിടക്കുന്നത്. റിങ്ങിലാകട്ടെ നല്ല ഇടി നടക്കുന്നുണ്ട്. ചില വീഴ്ച കാണുമ്പോൾ അവരുടെ പിടലി ഒടിയില്ലേ എന്ന് നമ്മൾ സംശയിക്കും. അങ്ങനെയുള്ള കനത്ത വീഴ്ചയാണ്. പുരാതന കാലം മുതൽ മനുഷ്യർക്കിടയിൽ നിലനിന്ന ഒരു വിനോദമാണ് റെസ്ലിംഗ് അഥവാ ഗുസ്തി. മൽപ്പിടുത്തത്തിലൂടെ ആളുകളെ കീഴ്പ്പെടുത്തി വീഴ്ത്തുക എന്നുള്ളതാണ് അതിലെ പ്രധാന പരിപാടി. റിങ്ങിന് ചുറ്റും ധാരാളം ആളുകൾ കൂടിയിരിപ്പുണ്ട്. റെസ്ലിംഗ് ആരാധകർ. WWF അഥവാ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷന്റെ വരവോടെ ഇത് രസകരമായ ഒരു കലാരൂപമായി വളരുകയായിരുന്നു. ഒരേ റിങ്ങിൽ നിരവധി പേർ പങ്കെടുക്കുന്ന പരിപാടിയാക്കി അവർ അതിനെ മാറ്റി. ഭംഗിയായി സംവിധാനം ചെയ്ത് ആളുകൾക്ക് യഥാർത്ഥ പോരാട്ടമാണെന്ന് തോന്നും വിധത്തിലുള്ള പ്രതീതി അവർ ജനിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹമാണ് ഈ സംഘത്തിലെ പ്രധാന താരം. എതിരാളികൾ എല്ലാവരെയും ഇടിച്ചിട്ടയാൾ. 50 or 55 വയസ്സുണ്ടാകും. കാണികളിൽ നിന്ന് ഒരാൾ അയാൾക്കും ബിയർ ഓഫർ ചെയ്തു. അദ്ദേഹം ഗ്ലാസ് വാങ്ങി ഉയർത്തി. പിന്നെ അത് കുടിച്ച് ഗ്ലാസ് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. കാണികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ബിയർ കുടിക്കലൊക്കെ. ഒരു ഷോ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഷോയ്ക്കുള്ള ഒരുക്കമാണ്. റെസ്ലിംഗ് കാണാൻ ഒട്ടേറെ ആളുകളുണ്ട്. അവരെല്ലാം അടുത്ത ഷോയ്ക്കായി കാത്തുനിൽക്കുന്നു. ബിയർ ഫെസ്റ്റിവലിലെ ഇന്നത്തെ ഒരു പ്രധാന പരിപാടി തന്നെയാണ് EPWന്റെ പ്രകടനം. സാധാരണയായി ടിക്കറ്റ് വെച്ചുള്ള ഷോകളാണ് ഇവർ നടത്താറുള്ളത്.
നമ്മുടെ നാട്ടിലെ ആഘോഷ പരിപാടികളും ഈ നാട്ടിലെ ഉത്സവങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇവിടെ കാണുന്നത്. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു നൈറ്റ് ലൈഫ് ഏരിയയുണ്ട്. അവിടേക്ക് വണ്ടി വിടാൻ പറഞ്ഞു ഞാൻ. ഇവിടുത്തെ പ്രസ്ബിറ്റേറിയൻ ചർച്ചാണിത്. 1890 സ്ഥാപിച്ചതാണത്. അത് പിന്നിട്ട് സഞ്ചരിക്കുന്നത് ഇവിടുത്തെ പ്രധാന നൈറ്റ് ലൈഫ് ഏരിയകളിലൂടെയാണ്. പഴയ ഇറ്റാലിയൻ തെരുവുകളാണ് ഇതെല്ലാം. ഇറ്റലിക്കാരായിരുന്നു പണ്ടിവിടെ കൂടുതലായും വസിച്ചിരുന്നത്. കുറച്ചു ദൂരം കൂടി ഓടുമ്പോൾ വഴി മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മാർക്കറ്റ് സ്ട്രീറ്റിലേക്ക് എത്തുന്നു. രാത്രി വൈകുവോളം മാർക്കറ്റ് സ്ട്രീറ്റും സജീവമാണ്, പ്രത്യേകിച്ചും വീക്കെൻഡിൽ. മദ്യപിക്കാനും ഭക്ഷണം കഴിക്കാനും സൽക്കരിക്കാനും ഒത്തുചേരാനുമെല്ലാം ആളുകൾ എത്തുന്ന ഒരിടം. ഇന്ന് ബിയർ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് കുറച്ചാളുകൾ ഇവിടെ കുറവായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇതിലേറെ ആളുകളെ കാണേണ്ടതാണെന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ഇവിടുത്തെ നൈറ്റ് ലൈഫിന്റെ ഒരു പ്രധാന ഏരിയ മാർക്കറ്റ് സ്ട്രീറ്റാണ്. പിന്നെ സൗത്ത് ടെറസ് എന്ന ഭാഗവും നൈറ്റ് ലൈഫിന് ഏറെ പ്രസിദ്ധമാണ്. ഒട്ടേറെ റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ. റെസ്റ്റോറന്റുകൾക്ക് അകത്തുള്ളതിനേക്കാൾ പുറത്തിട്ട കസേരകളിലാണ് തിരക്ക്. യുവതികളുടെ വലിയ സംഘങ്ങൾ നൈറ്റ് ലൈഫ് ആഘോഷിച്ചു നടക്കുന്നു. നൈറ്റ് ലൈഫ് എന്നാൽ ഇതാണ്: ആളുകളുടെ ഒത്തുചേരൽ, ഒരുമിച്ചിരുന്ന് ബിയറോ ഭക്ഷണമോ കഴിക്കൽ എന്നിവയെല്ലാം. ഇന്നാട്ടുകാർ നന്നായി ലഹരി ഉപയോഗിക്കും. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. ഓസ്ട്രേലിയയിൽ തന്നെ മദ്യത്തിന്റെ ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള പ്രദേശങ്ങളിലൊന്നാണ് പെർത്ത് ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയ. ഇവിടുത്തെ ജനങ്ങളിൽ 1/4 പേരും ആരോഗ്യത്തിന് ഹാനികരമാം വിധം മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. യുവാക്കളാകട്ടെ മറ്റു ചില ലഹരികളും ഉപയോഗിക്കുന്നു. കോവിഡിന് ശേഷം ഇവിടെ കഞ്ചാവ്, മെത്ത് എന്നറിയപ്പെടുന്ന മെത്താഫെറ്റാമിൻ ലഹരികൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. തെരുവിൽ അങ്ങിങ്ങ് വണ്ടി പാർക്ക് ചെയ്ത് അവരങ്ങനെയിരിക്കും. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അവർ അവിടെയുണ്ടെന്ന് കാണിക്കുക മാത്രമാകാം ലക്ഷ്യം. പണ്ട് പ്രധാന മാർക്കറ്റ് ഇവിടെയായിരുന്നതുകൊണ്ടാണ് ഈ തെരുവിന് മാർക്കറ്റ് സ്ട്രീറ്റ് എന്ന് പേര് വന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് റെസ്റ്റോറന്റുകളും ബാറുകളുമാണ്. ഇക്കാണുന്ന എല്ലാവരും ഇരുന്ന് മദ്യപിക്കുകയല്ല, ഭക്ഷണം കഴിക്കുക, ഒത്തുചേരുക എന്നതൊക്കെയാണ് പ്രധാനം. ആൾക്കൂട്ടമുള്ളിടത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യേക വൈബുണ്ടല്ലോ, അത് ആസ്വദിക്കാനാണ് രാത്രികളിൽ ധാരാളം ആളുകൾ ഇവിടേക്കെത്തുന്നത്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇതിന്റെ പേരിലാണ് ഈ തെരുവിന് തന്നെ മാർക്കറ്റ് സ്ട്രീറ്റ് എന്ന പേര് വന്നത്. 1897 മുതൽ തുടർച്ചയായി ഇവിടെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഈ മാർക്കറ്റ് പൂർണ്ണമായും പ്രവർത്തിക്കുക. ഒരു കറക്കം പൂർത്തിയാക്കി വീണ്ടും സ്കോട്ട്സ് പ്രെസ്ബിറ്റേറിയൻ ചർച്ചിന് സമീപത്തേക്ക് എത്തുന്നു. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതെല്ലാം പിന്നിട്ട് ഞാൻ താമസിക്കുന്ന ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്ക് കാറെത്തി. നേരം രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. എന്നെ ആ ഹോട്ടലിന് മുന്നിലിറക്കി സുഹൃത്തുക്കൾ മടങ്ങി. ദീർഘയാത്രയായിരുന്നു ഇന്നത്തേത്. ഞാൻ ഹോട്ടലിലെ മുറിയിലേക്ക് നടന്നു. രാവിലെ തുടങ്ങിയ യാത്രയാണല്ലോ. ഗംഭീരമായ കുറെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. രസകരമായ യാത്രയായിരുന്നു. നാളെ രാവിലെ വീണ്ടും യാത്ര തുടരണം. അതിനു മുൻപ് ഒരു ഉറക്കം. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954442. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ക്രൗൺ പ്ലാസയിൽ നിന്നും പുറത്തിറങ്ങി. ഇതാണ് ക്രൗൺ പ്ലാസയുടെ റോഡിന് അഭിമുഖമായുള്ള ഭാഗം. വഴിയിലേക്ക് ഇറക്കി നിർമ്മിച്ച ഒരു റെസ്റ്റോറന്റ് ഏരിയയൊക്കെയുണ്ട്. ഇന്ന് അലക്സിനൊപ്പം പുതിയൊരാളാണ് വന്നിരിക്കുന്നത്. ഡെവിൻസ് എന്നാണ് പേര്. അലക്സ് അദ്ദേഹത്തെയും കൂട്ടി വന്നിരിക്കുകയാണ്. ഡെവിൻസ് ഒരു IT പ്രൊഫഷണലാണ്. കുറെ വർഷങ്ങളായി പെർത്തിൽ താമസിക്കുന്നയാൾ. ഡെവിൻസ് ആണ് ഇന്ന് ഉച്ചവരെയുള്ള നേരത്ത് എന്നെ പല കാഴ്ചകളിലേക്കും കൊണ്ടുപോവുക. ഉച്ച കഴിഞ്ഞ് മറ്റൊരാളെത്തും. റിവർസൈഡ് ഡ്രൈവ് എന്ന ഭാഗത്തുകൂടിയാണ് യാത്ര തുടങ്ങുന്നത്. സ്വാൻ നദിയാണ് ഒരു ഭാഗത്ത്. ഇവിടെ വളരെ വിശാലമായ ഒരു കായൽ പോലെ കിടക്കുകയാണ് നദി. ചിലയിടത്ത് സ്വാൻ നദിക്ക് വീതി കുറവായിരിക്കും. അതിമനോഹരമായ തീരങ്ങളാണ്. റിവർസൈഡ് ഡ്രൈവിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോകുമ്പോൾ
ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സൗന്ദര്യവും ഈ സൗകര്യവുമുള്ള ഒരു നാട്ടിലേക്ക് കേരളത്തിൽ നിന്നെത്തിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികൾ തിരികെ കേരളത്തിലേക്ക് വരുമോ? ഇതാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. സുഖകരമായ കാലാവസ്ഥ, സുന്ദരമായ സിറ്റി, എല്ലാ ഫെസിലിറ്റികളുമുണ്ട്, നല്ല ശമ്പളവും ഉണ്ടാകും, മികച്ച പാർപ്പിട സൗകര്യങ്ങളും, വൃത്തിയുള്ള പരിസരം, രാത്രി ജീവിതം, ആഘോഷം. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടതുപോലുള്ള ബിയർ ഫെസ്റ്റിവൽ, ഫുഡ് സ്ട്രീറ്റുകൾ, നൈറ്റ് ലൈഫ്, ഇതെല്ലാമുണ്ട് ഓസ്ട്രേലിയയിൽ. കുറച്ചു ദൂരം കൂടി ഓടി ഞങ്ങൾ ബാരക് സ്ക്വയർ എന്ന സ്ഥലത്തേക്കെത്തി. പെർത്തിന്റെ CBD അഥവാ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇവിടെ കൂർത്ത ഗോപുരത്തോടു കൂടിയ ഒരു കെട്ടിടം കാണാം. അത് ഇവിടുത്തെ ബെൽ ടവറാണ്. സ്ക്വയറിന്റെ ഏതാണ്ട് മധ്യത്തിലാണ് ബെൽ ടവർ. CBDയുടെ ഒരു അതിരാണിവിടം. പെർത്തിലെ പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളെല്ലാം സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുതിയ നഗരഭാഗമെന്നും ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാം. ഞാൻ അതിലൂടെ ഒന്ന് നടന്നു. ഏറ്റവും സുന്ദരമാക്കി ഒരുക്കിയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ. ഇതാണ് ബെൽ ടവർ. സ്വാൻ ബെൽ ടവർ എന്നും ഇതിനൊരു പേരുണ്ട്. 82 മീറ്റർ ഉയരമുള്ള ടവറാണ്. പെർത്ത് നഗരം രൂപപ്പെട്ട പ്രദേശമാണിത്. 1829 ഓഗസ്റ്റ് 13 ഇവിടുത്തെ ആദ്യത്തെ ഗവർണറായ സ്റ്റെർലിംഗ് പെർത്ത് നഗരം സ്ഥാപിതമായതായി പ്രഖ്യാപിച്ചു. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ ഒരു പട്ടാള ബാരക്കിന്റെ നിർമ്മാണം തുടങ്ങി. ബൊഗൈൻ വില്ലകൾ പൂത്തു നിൽക്കുന്ന കാഴ്ച. അതിമനോഹരമായാണ് എല്ലായിടവും ഒരുക്കി വച്ചിരിക്കുന്നത്. പെർത്തിലെ നിരവധി സ്ക്വയറുകളിൽ ഒന്നു മാത്രമാണ് ഇതെന്നോർക്കണം. എല്ലാ സ്ക്വയറുകളും ഈ വിധം സുന്ദരമാണ്. ഇവിടെ നിലത്ത് തടിയാണ് വിരിച്ചിരിക്കുന്നത്. അത്രയും സമ്പന്നമാണ് കാര്യങ്ങൾ. കോൺക്രീറ്റും സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ച് നിർമ്മിച്ച വലിയൊരു ടവർ. ബെൽ ടവറിനു ചുറ്റും ഫൗണ്ടനുകൾ. ചെറിയ ജലാശയത്തിന് നടുവിലാണ് ടവർ. ഇതാണ് അതിലേക്ക് പോകാനുള്ള പാലം. മരപ്പലക പാകിയ പാലമാണ്. പാലത്തിന്റെ കൈവരിയിലെ കാഴ്ച ഇതാണ്. ലവ് ലോക്കുകളാണ് ഇതെല്ലാം. പ്രണയികൾ അവരുടെ പ്രണയം ഉറപ്പിക്കാനിട്ട ചങ്ങലപ്പൂട്ടുകൾ. യൂറോപ്പിൽ പലയിടത്തും പാലങ്ങളിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. എവിടെ ചങ്ങല കണ്ടാലും അതിൽ താഴിട്ട് പ്രണയം മുറുക്കുന്ന പരിപാടി. അടുത്തുനിന്ന് കാണുമ്പോൾ ബെൽ ടവർ ഇങ്ങനെയാണ്. പ്രത്യേക അവസരങ്ങളിൽ ബെൽ ടവറിൽ നിന്നും ശ്രുതിമധുരമായ മണിനാദം മുഴങ്ങുന്നതാണ് പതിവ്. അതിന്റെ മറുവശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹാർബറാണ്. ഒരു ബോട്ട് ജെട്ടിയും മറ്റുമുണ്ട്. ഞാൻ അതിന്റെ സമീപത്തേക്ക് നടന്നു. ഇതാണ് ബോട്ട് ജെട്ടി ബിൽഡിംഗ്. അതിൽ റിവർസൈഡ് ബാറുകളും റെസ്റ്റോറന്റുകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വൈകുന്നേരമാകുമ്പോൾ വളരെ ആക്റ്റീവ് ആകുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ നിന്നും 19 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ വലിയൊരു ടൂറിസം സെന്ററായി മാറിയിരിക്കുന്ന റോക്ക് നെസ്റ്റ് ഐലൻഡ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയൊരു ദ്വീപാണത്. ഈ ജെട്ടിയിൽ നിന്നും അവിടേക്ക് പോകാം. തിരികെ ബാരക് സ്ക്വയറിലേക്ക് വരുമ്പോൾ ഇവിടെ പല ജീവിതങ്ങൾ കാണാം. ഓടാനും വ്യായാമത്തിനുമായി വന്നവർ, സൈക്ലിങ്ങിന് ഇറങ്ങിയവർ. വലിയൊരു സ്ക്വയറാണ്. അതിന്റെ നിലത്ത് പലയിടത്തും മരമാണ് വിരിച്ചിരിക്കുന്നത്. കുട്ടികളുമൊത്ത് സൈക്കിൾ ചവിട്ടി നീങ്ങുന്നവർ. സ്ക്വയറിന്റെ പല വഴിക്കും ഇങ്ങനെ ആളുകളുണ്ട്. റോളർ സ്കേറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുന്ന ഒരു സംഘം. റോളർ സ്കേറ്റിംഗ് പരിശീലിപ്പിക്കുന്നവരും ഇവിടെയുണ്ട്. ഇത് പരിശീലനം നേടുന്നവരാണ്. എക്സ്പേർട്സ് ഒന്നും ആയിട്ടില്ല. രാവിലെ ഒരു ക്ലാസ് ഒക്കെ എടുത്ത ശേഷമാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സൈക്കിളിൽ നഗരത്തിന് പുറത്തേക്ക് പോകുന്നവരുമുണ്ട്. ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും സൈക്കിളിൽ പോകുന്നവർ ധാരാളമുണ്ട് ഇവിടെ. ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ട് സൈക്കിളുമെടുത്ത് ധാരാളം പേർ നഗരത്തിന് പുറത്തേക്കിറങ്ങും. ബാരക് സ്ക്വയറിന്റെ സുന്ദരമായ പല ഭാഗങ്ങളിലൂടെയും ഞാൻ നടന്നു. ഇവിടെ ഒരു മരച്ചുവട്ടിൽ ഏതാനും അരയന്നങ്ങളുടെ ശില്പങ്ങൾ. സ്വാൻ റിവറിന്റെ തീരത്ത് രൂപം കൊണ്ട നഗരമാണല്ലോ പെർത്ത്. അതുകൊണ്ട് സ്വാനുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഡെവിൻസിന്റെ കാറിൽ യാത്ര തുടരുകയാണ്. ബാരക് സ്ക്വയറിനോട് ചേർന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇടതുഭാഗത്ത് ബോട്ട് ജെട്ടി, അവിടുത്തെ റെസ്റ്റോറന്റുകൾ. വലതുവശത്ത് ബാരക് സ്ക്വയർ. ബാരക് സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഈ സ്ട്രീറ്റിന്റെ ഇരുവശവുമാണ് പട്ടാള ബാരക്കുകൾ ഉണ്ടായിരുന്നത്. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിന്റെ ഒരറ്റമാണ് മുന്നിൽ.
അവിടെ നിന്നാണ് ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ തുടങ്ങുന്നത്. ബാരക് സ്ട്രീറ്റിലൂടെ കുറച്ചു മുന്നോട്ടു പോയി ഇടത്തോട്ട് പോകണം ഞങ്ങൾക്ക്. CBDയുടെ പുറത്തുള്ള ഒരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. ഞായറാഴ്ചകളിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടെ. ഡെവിൻസ് അവിടേക്ക് വണ്ടി വിട്ടു. ബാരക് സ്ട്രീറ്റ് കഴിഞ്ഞ് കാർ ഇപ്പോൾ എക്സ്പ്ലനേഡ് എന്ന സ്ട്രീറ്റിലേക്കു കയറി. ബാരക് സ്ക്വയറിൽ ജെട്ടിക്ക് സമീപം മുൻപ് അന്നലക്ഷ്മി എന്നൊരു റെസ്റ്റോറന്റ് പ്രവർത്തിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറന്റ് ആയിരുന്നു അത്. ഏതു സമയത്തും കയറി ചെല്ലുന്നവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ലഭിച്ചിരുന്ന ഒരു റെസ്റ്റോറന്റ്. നിശ്ചിത വിലയൊന്നുമില്ല. ഇഷ്ടമുള്ള തുക നൽകാം. പണമില്ലെങ്കിൽ സൗജന്യമായി ഭക്ഷണം കഴിക്കാം. സ്വാമി ശാന്താനന്ദ സരസ്വതി എന്ന ഇന്ത്യൻ സന്യാസിയുടെ നേതൃത്വത്തിൽ ടെമ്പിൾ ഓഫ് ഫൈൻ ആർട്സ് ട്രസ്റ്റ് എന്ന സംഘടനയുടെ വോളണ്ടിയർമാരാണ് ആ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരുന്നത്. ദീർഘകാലം പെർത്തിലെ അനേകം പേർക്ക് ഭക്ഷണം നൽകിയ റെസ്റ്റോറന്റ് ആയിരുന്നു അത്. കോവിഡ് കാലത്താണ് അത് പൂട്ടിപ്പോയത്. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു മാർക്കറ്റ് കാണാനാണ്. വീക്കെൻഡ് കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. ഞായറാഴ്ച മാത്രമേ ആ മാർക്കറ്റ് പ്രവർത്തിക്കുകയുള്ളൂ. എന്തും കിട്ടുന്ന ഒരു മാർക്കറ്റാണത്. പച്ചക്കറിയും മാംസവും വീട്ടുപകരണങ്ങളും മുതൽ വൈവിധ്യമാർന്ന ഭക്ഷണ വസ്തുക്കൾ വരെ. ആ മാർക്കറ്റിൽ തന്നെ ധാരാളം റെസ്റ്റോറന്റുകളുണ്ട്. പെർത്തിലുള്ള സാധാരണക്കാർ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന സ്ഥലമാണ് ആ മാർക്കറ്റ്. മാർക്കറ്റിന്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. അലക്സിന് ഇവിടെയൊക്കെ നല്ല പരിചയമുണ്ട്. ഇതാണ് മാർക്കറ്റിന്റെ എൻട്രൻസ്. ഈ മാർക്കറ്റിൽ മെമ്പർഷിപ്പ് ഉള്ളയാളാണ് അലക്സ്. അദ്ദേഹം മുൻപ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി തന്റെ ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. മാർക്കറ്റിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. സാധനം വാങ്ങുന്നതിന് പണം കൊടുത്താൽ മാത്രം പോരാ. മാർക്കറ്റിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ നിശ്ചിത തുക നൽകണം. അതാണ് കാര്യം. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് നടന്നു. സാധനങ്ങൾ വാങ്ങി കുട്ടിയെയും ട്രോളിയിൽ വെച്ച് വലിച്ചു നീങ്ങുന്നു ചിലർ. ഇരു കൈകളിലും സഞ്ചികൾ തൂക്കിപ്പിടിച്ചു വരുന്നവർ. കൈ നിറയെ സാധനങ്ങൾ വാങ്ങി അവർ പോകുന്നു. ഞായറാഴ്ച ഉച്ചവരെയേയുള്ളൂ മാർക്കറ്റിന്റെ പ്രവർത്തനം. 12 മണിയാകുന്നതോടെ കടകൾ മിക്കതും അടയ്ക്കും. ഇതാണ് മാർക്കറ്റ് ബിൽഡിംഗ്. അതിവിപുലമായ ഒരു പന്തൽ എന്ന് പറയാം. ഇവിടെ മുട്ടയുടെ വിൽപ്പനയാണ്. ഒരു കോഴി ഫാമിന്റെ ഉടമസ്ഥൻ തന്നെയാണ് ഈ മുട്ട കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഒരാഴ്ച കൊണ്ട് കിട്ടിയ മുട്ടയുമായി കോഴി ഫാം നടത്തുന്നയാൾ ഞായറാഴ്ചകളിൽ ഇവിടേക്ക് വരും. അത് കൃത്യമായി പാക്ക് ചെയ്തിട്ടൊക്കെയുണ്ട്. ഞായറാഴ്ച ഉച്ച കഴിയുമ്പോഴേക്കും ആ മുട്ട വിറ്റുതീർക്കും. ഇതാണ് പരിപാടി. അഥവാ മുട്ടകൾ ബാക്കി വന്നാൽ അത് പല സപ്ലയേഴ്സിന് നൽകുമത്രേ. ചെറുകടകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കുമെല്ലാം. ഫാം ഫ്രഷ് മുട്ടയെന്ന് പറയാം. ഫാമിന്റെ മുതലാളി തന്നെ അത് നേരിൽ വിൽക്കുന്നു. റണ്ണി മെഡേ ഫാം എന്നാണ് ഇദ്ദേഹത്തിന്റെ കോഴി ഫാമിന്റെ പേര്. വേറൊരിടത്ത് കൂണിന്റെ വിൽപ്പനയാണ്. പലതരം കൂണുകൾ. ചിപ്പിക്കൂണുകളാണ് കൂടുതലും. അത് 100 ഗ്രാമിന് ഇന്ത്യൻ വിലയിൽ 500 രൂപയൊക്കെ വരും. പല നിറത്തിലും രൂപത്തിലുമുള്ള കൂണുകളുണ്ട്. നല്ല ചന്തമുണ്ട് അതിങ്ങനെ കാണാൻ തന്നെ. എവിറ്റൻ എന്നാണ് പേര്. ഇദ്ദേഹമാണ് കൂൺ വിൽപ്പനക്കാരൻ. കൂൺ ഫാമിലെ ഒരു ജോലിക്കാരനാണ് എഡിറ്റൻ. ഇവിടെ നിന്നും 15 മീറ്റർ യാത്ര ചെയ്താൽ എത്തുന്നിടത്താണ് ഫാം. അയാളുമായി ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. പച്ചക്കറിയാണ് ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത്. ഇന്ത്യക്കാരാണ് പച്ചക്കറി വാങ്ങുന്നവരിൽ കൂടുതലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ. അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് വേണമല്ലോ. സായിപ്പുമാരും വരുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഏറ്റവും അധികം കാണുന്നത് ഇന്ത്യക്കാരെയും മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ നാടുകളിൽ നിന്നുള്ളവരെയുമാണ്. മിക്കവരും സാധാരണക്കാർ. ചുരുങ്ങിയ ചിലവിൽ ജീവിച്ച് പണം സമ്പാദിക്കണമെന്ന് കരുതുന്ന വിഭാഗം ആളുകളുണ്ടല്ലോ. അവരെല്ലാം ഇവിടെ വന്ന് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. ഓസ്ട്രേലിയൻ സായിപ്പുമാർ പക്ഷേ അങ്ങനെയല്ല. അവർ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി ഏറ്റവും നല്ലത് വാങ്ങുകയാവും ചെയ്യുക. കിട്ടുന്ന പണമത്രയും കൊണ്ട് അടിച്ചുപൊളിച്ചു ജീവിക്കുന്നവരാണ് അവർ. നമ്മൾ അങ്ങനെയല്ല. പരമാവധി സേവ് ചെയ്യും. ഇവിടെ വേറൊരു പന്തലിനകത്ത് കുറെ പാത്രങ്ങളിൽ എന്തോ നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടേക്ക് ചെന്നു. ഓരോ പാത്രത്തിലും പോർക്ക് ലിവർ, പോർക്ക് ടെയിൽസ് എന്നൊക്കെ ലേബലുണ്ട്. $5 വില. ഇത് പട്ടികൾക്കുള്ള ഫുഡാണ്.
തോലോടുകൂടിയ അല്ലെങ്കിൽ എല്ലോടുകൂടിയ മാംസം ഉണക്കിയത്. പട്ടിക്ക് കുറേ നേരം ചവച്ചുകൊണ്ടിരിക്കാനുള്ള ഫുഡ്. വേവിച്ചും പട്ടികൾക്ക് നൽകാം. അവിടം പിന്നിട്ടു ചെല്ലുമ്പോൾ ഇവിടെ ഒരു വാനിനകത്ത് വിൽക്കുന്നത് ഇന്ത്യൻ ഫുഡാണ്. ആലു പൊറോട്ട, ചോലെ ഭട്ടൂര, സമൂസ, പബ്സ് തുടങ്ങി പലതുമുണ്ട്. ഇന്ത്യൻ നാടൻ വിഭവങ്ങൾ എല്ലാറ്റിൻ്റെയും ചിത്രങ്ങൾ സഹിതം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തൊട്ടടുത്ത് മറ്റൊരു പന്തലിൽ മാംസം ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പിൽ കോർത്ത് കനലിൽ ചുട്ടുകൊണ്ടിരിക്കുന്ന മാംസം, ബീഫ്, പോർക്ക്, കോഴി എന്നിവയെല്ലാമുണ്ട്. അതങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. റഷ്യയിലും അറബി നാടുകളിലുമൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെയുള്ള പാചകം. ഇവിടെ പക്ഷേ വിലയാണ് ഞെട്ടിക്കുന്നത്. 5 പീസുകൾക്ക് 1000 രൂപയോളം വില വരും. അതിന് നല്ല കച്ചവടമുണ്ടെന്ന് മനസ്സിലായി. ഇതിൽ നിന്നുള്ള കൊതിപ്പിക്കുന്ന ഗന്ധം ചുറ്റും പടരുന്നുമുണ്ട്. ഈ ചന്തയിൽ വെച്ച് തന്നെ കുറെ മലയാളികളെ പരിചയപ്പെട്ടു. അവരും ഞായറാഴ്ച ഷോപ്പിങ്ങിന് വന്നതാണ്. അവരോട് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു.